ഒരു നിമിഷം ഒരു നിമിഷത്തേക്ക് ഒന്ന് കണ്ണുകളടയ്ക്കുക. എന്നിട്ട് അവസാനമായി നിങ്ങൾക്ക് ദേഷ്യം വന്ന സന്ദർഭത്തെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരൂ. അവരുടെയൊക്കെ പ്രവൃത്തികൾ അത്രയ്ക്ക് മോശമായിരുന്നു. അതുകൊണ്ടാണ് ദേഷ്യം വന്നത്. ദേഷ്യം വരുന്നത് വളരെ സാധാരണമായ ഒരു കാര്യമല്ലേ? വീണ്ടും ആ സന്ദർഭത്തെ ഒന്നുകൂടി മനസ്സിൽ കാണുക. അന്ന് എന്തൊക്കെയാണ് സംഭവിച്ചത്? ആരിൽ നിന്നുമാണ് തെറ്റുകൾ ഉണ്ടായത്? കൂടാതെ നിങ്ങൾ എങ്ങനെയാണ് ആ സന്ദർഭത്തിൽ പ്രതികരിച്ചത് എന്നുകൂടി മനസ്സിൽ കാണണം. വളരെ ക്ലിയറായി മനസ്സിൽ കാണുക. വീണ്ടും വീണ്ടും ആ ദൃശ്യത്തെ തന്നെ മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുക. അതിനുശേഷം ഇതേ ദൃശ്യം നാളെ വീണ്ടും ആവർത്തിക്കുന്നു എന്ന് സങ്കല്പിക്കുക. സന്ദർഭം അതുതന്നെയാണ്, കാരണവും പ്രതികരണവും അതുതന്നെയാണ്. കഴിഞ്ഞുപോയ അതേ കാര്യമാണ് വീണ്ടും ആവർത്തിക്കുന്നത്. ഒന്നിനും ഒരു മാറ്റവുമില്ല. ഇതേ സന്ദർഭം നാളെ വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ എനിക്ക് അതിൽ എന്തു മാറ്റമാണ് വരുത്താൻ കഴിയുക? നാളെ മറ്റൊരു രീതിയിൽ ആ സന്ദർഭത്തെ നേരിടാനുള്ള ശക്തി, ഒരു ഡിഫറെൻറ്റ് ചോയ്സ് എനിക്കുണ്ടോ? ഉണ്ടെങ്കിൽ ആ വേറിട്ട രീതിയിൽ നിങ്ങൾ ആ പരിസ്ഥിതിയെ കൈകാര്യം ചെയ്യുന്നതായി മനസ്സിൽ കാണുക. നിങ്ങളെല്ലാവരും വളരെ മധുരമായ ഒരു രീതിയിൽ മാത്രമായിരിക്കും ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ടാവുക എന്ന് എനിക്ക് ഉറപ്പാണ്. എന്തെന്നാൽ നിങ്ങൾ വളരെ ശാന്തമായും സ്വസ്ഥമായും ഇരിക്കുന്നു. കൂടെ ഉണ്ടായിരുന്ന വ്യക്തികളെയും സാഹചര്യത്തെയും നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ വളരെ സ്വസ്ഥമായി, ശാന്തമായി, ഡിസിപ്ലിൻഡായി നിൽക്കുന്നുണ്ട്. നിങ്ങൾ വളരെയധികം സെൽഫ് കൺട്രോൾ പാലിച്ചുകൊണ്ടാണ് കൂടെയുള്ളവരോട് സംസാരിക്കുകയും അതേപോലെ അഭിപ്രായങ്ങൾ പറയുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ഒക്കെ ചെയ്യുന്നത്. ഈ ഒരു ദൃശ്യം നിങ്ങൾക്ക് എല്ലാവർക്കും കാണാനായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഈ ദൃശ്യം നിങ്ങൾക്കൊരു പ്രാക്ടിക്കൽ പ്രൂഫാണ് നൽകുന്നത്. അവർ കാരണം, ഇവർ കാരണം എന്നൊക്കെ നമ്മൾ എത്ര പറഞ്ഞാലും അതൊന്നുമല്ല യാഥാർത്ഥ്യം എന്നാണ് നിങ്ങൾ രണ്ടാമതായി മനസ്സിൽ കണ്ട ദൃശ്യം വെളിപ്പെടുത്തുന്നത്. അവരും ഇവരുമൊക്കെ കാരണമാണ് നമുക്ക് ദേഷ്യം വന്നതെങ്കിൽ നമുക്കൊരിക്കലും ഈ വ്യത്യസ്തമായ ദൃശ്യം മനസ്സിൽ കാണാൻ കഴിയില്ല. ഐ കുഡ് റെസ്പോണ്ട് അനദർ വേ. എനിക്ക് മറ്റൊരു രീതിയിലും പ്രതികരിക്കാനാവും. ഏത് സാഹചര്യത്തിലും എനിക്കതിനാകും. ഇത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു അനുഭവമാണ്. നമ്മുടെ ജീവിതത്തിൽ പല ദൃശ്യങ്ങളും വരികയും പോവുകയും ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അത് ഇന്നത്തെ ഒരു ദൃശ്യമാകാം, അല്ലെങ്കിൽ അതൊരു വർഷം മുൻപ് നടന്ന ഒരു കാര്യത്തിൻ്റെ ദൃശ്യവുമാകാം. എന്നാൽ പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്, അന്ന് ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഐ ഷുഡ് ഹാവ് ഡൺ ഇറ്റ് ഇൻ എ ബെറ്റർ വേ. ഞാൻ കുറച്ചുകൂടി നന്നായി, കുറച്ച് വ്യത്യസ്തമായ സാഹചര്യത്തെ കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു. കുറച്ചുകൂടി നന്നായി എല്ലാം ഹാൻഡിൽ ചെയ്യാമായിരുന്നു. ഇനി വേറെ ചില കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്താണ് പറയാറുള്ളത്? അന്ന് വെറുതെ അത്രയ്ക്ക് ടെൻഷനായി. എന്തൊക്കെയാണ് ചിന്തിച്ചു കൂട്ടിയത്? അവസാനം എല്ലാം വളരെ നന്നായി നടന്നു. ഇപ്പോൾ പിന്തിരിഞ്ഞു നോക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ പ്രതികരണങ്ങൾ ശരിയായ രീതിയിലുള്ളവയായിരുന്നില്ല എന്ന് നമുക്ക് കാണാനാകും. കുറച്ചുകൂടി നന്നായി സാഹചര്യങ്ങളെ നേരിടാമായിരുന്നു എന്ന് ഇപ്പോൾ നമ്മൾ തിരിച്ചറിയുന്നു. ഇങ്ങനെയുള്ള തോന്നലുകൾ തന്നെയാണ് നമ്മുടെ പ്രതികരണങ്ങളെ നമ്മൾ മാത്രമാണ് ചൂസ് ചെയ്യുന്നത് എന്നതിൻ്റെ പ്രൂഫ്. വി ആർ ചൂസിങ് അവർ റെസ്പോൺസ്. എപ്പോൾ എങ്ങനെ പ്രതികരിക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മൾ മാത്രമാണ്. വീണ്ടും ഇതേ ദൃശ്യം നമുക്ക് ഒന്നുകൂടി മനസ്സിൽ കണ്ടു നോക്കാം. ഇപ്പോഴത്തെ ദൃശ്യത്തിൽ 3-4 വ്യക്തികൾ കൂടി വന്നിട്ടുണ്ട് എന്ന് കരുതുക. ആ സന്ദർഭം വീണ്ടും ആവർത്തിക്കുന്നു. ഇനി എല്ലാവരും അതിനോട് ഒരേപോലെയാണോ പ്രതികരിക്കുക? നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ നോക്കൂ. ഒരേ കാര്യത്തിന് പലരും പല രീതിയിലല്ലേ കാണാറുള്ളത്? ഒരു ഫാമിലി മെമ്പർ പറയും, എത്ര വലിയ പ്രശ്നമാണ് ഉണ്ടായിട്ടുള്ളത്, നമ്മൾ ഇതിനെ എങ്ങനെ മറികടക്കും? അപ്പോൾ രണ്ടാമത്തെ ആൾ പറയും, ശരിയാണ്, കുറച്ച് പ്രശ്നം തന്നെയാണ്. മൂന്നാമത്തെ ഫാമിലി മെമ്പർ പറയും, ഇറ്റ്സ് ഓക്കെ, അത്ര വലിയ കാര്യമൊന്നുമല്ല. എന്നാൽ നാലാമത്തെ ആൾ എന്താണ് പറയുക? വെർ ഇസ് ദ പ്രോബ്ലം? ഇതൊക്കെ ജീവിതത്തിൽ സാധാരണയായി ഉണ്ടാകുന്ന കാര്യമല്ലേ, അതൊക്കെ ശരിയാവും. ഇതിൽ നിന്നും എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒരാൾക്ക് വളരെ വളരെ വലിയ പ്രശ്നമെന്ന് തോന്നുന്ന ഒരു കാര്യം മറ്റു പലർക്കും അത്ര തന്നെ വലുതായി തോന്നുന്നില്ല. വളരെ വലുത്, അത്രയ്ക്ക് പ്രശ്നമില്ല. പിന്നെ പ്രശ്നം തന്നെ ഇല്ല എന്ന മട്ടിലാണ് പലരും ഒരേ കാര്യത്തെ വീക്ഷിക്കുന്നത്. അപ്പോൾ സിറ്റുവേഷൻസിനൊക്കെ ഒരു സൈസ് ഉണ്ടോ? നമ്മൾ ഓരോ സിറ്റുവേഷൻസിനും ഒരു സൈസ് കൊടുക്കാറുണ്ടല്ലോ.
യഥാർത്ഥത്തിൽ ഒരു സിറ്റുവേഷനും ഒരു സൈസും ഇല്ല എന്നതാണ് സത്യം. ഓരോ കാര്യങ്ങളും വലുതും ചെറുതുമൊക്കെയായി തോന്നുന്നത് നമ്മുടെ ആന്തരിക ശക്തിയെ, ഇന്നർ പവറിനെ ആശ്രയിച്ചാണ്. നമ്മുടെ ആന്തരിക ശക്തിയാണ് പ്രശ്നങ്ങളുടെ സൈസ് നിശ്ചയിക്കുന്നത്. ആന്തരികമായി വളരെ ശക്തിശാലിയായ ഒരാൾ എന്താണ് പറയുക? ഇത് അത്ര വലിയ പ്രശ്നമൊന്നുമല്ല, നമുക്കിതിനെ വളരെ എളുപ്പത്തിൽ മറികടക്കാനാവും. എന്നാൽ മാനസികമായി അല്പം ശക്തി കുറഞ്ഞ ഒരാൾക്ക് എന്താണ് തോന്നുക? ആ വ്യക്തിയുടെ മാനസികാവസ്ഥ സാഹചര്യങ്ങളെയും വ്യക്തികളെയും ആശ്രയിച്ചായിരിക്കും. അങ്ങനെയുള്ള ഒരു വ്യക്തി സിറ്റുവേഷൻസ് കാരണം, കൂടെയുള്ളവർ കാരണം എനിക്കിങ്ങനെ സംഭവിച്ചു എന്ന രീതിയിൽ ചിന്തിച്ച് അടിമയെ പോലെ ജീവിതം നയിക്കുന്നു. അയാൾക്ക് ആ പ്രശ്നം വളരെ വലുതായി മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. അതോടെ ആ പ്രശ്നം കൂടുതൽ വലുതാവുകയും അത് നമ്മളെ എല്ലാ തരത്തിലും സ്വാധീനിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ആവുമ്പോൾ എന്താണ് ഉണ്ടാകാറുള്ളത്? നമ്മൾ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ കൂടുതൽ മനോവിഷമങ്ങൾ അനുഭവിക്കുന്നു. നിരാശയും നിസ്സഹായതയും ഉള്ളിൽ നിറയുന്നു. ശുഭപ്രതീക്ഷകൾ ഇല്ലാതെയാകുന്നു. കാരണം സാഹചര്യം അത്ര വലുതായിരുന്നുവല്ലോ. അങ്ങനെയാണ് നമ്മൾ പറയാറുള്ളത്. പ്രശ്നങ്ങൾക്ക് കൃത്യമായ സൈസ് ഉണ്ടായിരുന്നുവെങ്കിൽ എല്ലാവർക്കും അവയെ അതേ വലുപ്പത്തിൽ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. അതായത് സിറ്റുവേഷൻസിന് എൻ്റെ മനോസ്ഥിതിയുടെ ഉയർച്ച താഴ്ചകളിൽ ഒരു ഉത്തരവാദിത്വവും ഇല്ല എന്നാണ് അർത്ഥം. ഐ ആം ദ ക്രിയേറ്റർ. ഇന്ന് മനസ്സിൽ ഈ ഇക്വേഷനെ കൃത്യമായി ഉറപ്പിച്ചു വയ്ക്കാം. ഇതിനെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമവാക്യമായോ ഒരു ജീവിത മന്ത്രമായോ ഒക്കെ കാണാം. ഇത് കൃത്യമായി മനസ്സിൽ അടിവരയിട്ട് വയ്ക്കണം. കൂടാതെ മനസ്സിൽ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയും വേണം. ഇത് അത്രയ്ക്ക് പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. എന്തെന്നാൽ നിങ്ങളുടെ ഒരു ഹാബിറ്റ്, ഒരു ശീലത്തെയാണ് മാറ്റേണ്ടത്, സംസ്കാരത്തെയാണ് പരിവർത്തനപ്പെടുത്തുന്നത്. ഇവിടെ മനസ്സിൻ്റെ കോഡിംഗ് ആണ് ചേഞ്ച് ചെയ്യേണ്ടത്. ജന്മങ്ങളുടെ ഈ നീണ്ട യാത്രയ്ക്കിടയിൽ എവിടെയോ വെച്ച് മനസ്സിലൊരു കോഡിംഗ് ഫിക്സ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ ജന്മത്തിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ബാല്യത്തിൽ നിന്നോ ഒക്കെ ഉണ്ടായതാവാം. എൻ്റെ വികാരവിചാരങ്ങളുടെ, അതായത് ഫീലിങ്സിൻ്റെ ഒക്കെ കാരണം എനിക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങളാണ്. എൻ്റെ എല്ലാ തോന്നലുകളുടെയും ഉറവിടം എനിക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങളാണ്. ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ വിശ്വാസം. നൗ ലെറ്റ്സ് ചേഞ്ച് ദ ഇക്വേഷൻ ടുഡേ. ഇന്ന് നമുക്ക് ഈ വിശ്വാസത്തെ പരിവർത്തനപ്പെടുത്താം. പഴയ കോഡിങ്ങിനെ മാറ്റി പുതിയ ഒരു ഇന്നർ പ്രോഗ്രാമിങ്ങിനെ ഫിക്സ് ചെയ്യണം. പുതിയ സമവാക്യം എന്താണ്? ഐ ആം ദ ക്രിയേറ്റർ. ഐ ആം ദ ക്രിയേറ്റർ ഓഫ് മൈ എവ്രി തോട്ട്, ഫീലിംഗ്, വേർഡ് ആൻഡ് ബിഹേവിയർ. എൻ്റെ ഓരോ ചിന്തകളുടെയും ഫീലിങ്സിൻ്റെയും വാക്കുകളുടെയും പെരുമാറ്റങ്ങളുടെയും ഒക്കെ സൃഷ്ടി നടത്തുന്നത് ഞാൻ മാത്രമാണ്. എൻ്റെ ഓരോ സങ്കല്പങ്ങളും ഓരോ ഭാവനകളും പിന്നെ എൻ്റെ ഓരോ വാക്കും ഓരോ പെരുമാറ്റ രീതികളും എൻ്റെ മാത്രം രചനയാണ്. ഇവയൊക്കെ എൻ്റെ സൃഷ്ടിയാണ്. ഞാൻ ആത്മാവാണ്. ഞാൻ ഇവയെല്ലാം സൃഷ്ടിക്കുന്നു. ഐ ദ സോൾ ആം ദ ക്രിയേറ്റർ. ഈ ഒരു യാഥാർത്ഥ്യത്തെ പൂർണ്ണമായും മനസ്സിൽ ഉറപ്പിക്കണം. ഇത് ഒരു പ്രാവശ്യം ചിന്തിക്കുന്നത് കൊണ്ട് മാത്രം മനസ്സിൽ നിലനിൽക്കുകയില്ല. വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് മനഃപ്പാഠമാക്കി ഉറപ്പിക്കണം. വീണ്ടും എല്ലാ ദിവസവും സ്വയത്തെ ഓർമ്മിപ്പിക്കേണ്ടതായും വരും. എന്തെന്നാൽ നമ്മൾ ഒരുപാട് വർഷങ്ങളായി വേരുറച്ചു നിൽക്കുന്ന ഒരു ശീലത്തെയാണ് മാറ്റാൻ പോകുന്നത്. അപ്പോൾ അതിന് കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് ദിവസവും രാവിലെ എഴുന്നേറ്റ ഉടൻ ഈ ഒരു വാചകത്തെ റിപ്പീറ്റ് ചെയ്യണം. ദിവസത്തിൽ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം. എന്നിട്ട് രാത്രി ഉറങ്ങുന്നതിന് മുൻപായി മറക്കാതെ വീണ്ടും ഒന്നുകൂടി ആവർത്തിച്ച് സ്വയത്തെ ബോധ്യപ്പെടുത്തണം. ഐ ആം ദ ക്രിയേറ്റർ ഓഫ് മൈ എവ്രി തോട്ട്, ഫീലിംഗ്, വേർഡ് ആൻഡ് ബിഹേവിയർ. എൻ്റെ ഓരോ വിചാരങ്ങളുടെയും തോന്നലുകളുടെയും എൻ്റെ ഓരോ വാക്കുകളുടെയും സ്വഭാവ രീതികളുടെയും ഒക്കെ സൃഷ്ടികർത്താവ് ഞാൻ മാത്രമാണ്. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതിനിടയിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തെ നിങ്ങൾക്ക് നേരിടേണ്ടി വരികയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. കാരണം നമ്മൾ പുതിയതായി ഒരു ശീലം പ്രാക്ടീസ് ചെയ്യുകയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരാം. ഏതെങ്കിലും ഒരു കാര്യം മോശമായി തോന്നാം. മനസ്സിൽ ദുഃഖവും വിഷമവും ഒക്കെ ഉണ്ടാകാം. ഇങ്ങനെയൊക്കെ തോന്നിയാലും ഒരു കുഴപ്പവുമില്ല. നമ്മൾ സാവകാശം നമ്മുടെ സംസ്കാരങ്ങളെ പരിവർത്തനപ്പെടുത്തുകയാണ് എന്ന് മാത്രമേ ഓർക്കേണ്ടതുള്ളൂ.
ഒരു റോങ് ഇമോഷൻ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇന്ന് നമ്മൾ ഇമോഷണൽ ഡിപ്പെൻഡൻസിയിൽ നിന്നും ഇമോഷണൽ ഇൻഡിപെൻഡൻസി നേടാനാണ് ഒരുങ്ങുന്നത്. നമ്മൾ വികാര വിക്ഷോഭങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നതിൽ നിന്നും സ്വതന്ത്രമാകാനുള്ള തയ്യാറെടുപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വൈകാരികമായ സ്വാതന്ത്ര്യം അനുഭവിക്കാനായി നമുക്ക് ആദ്യം കൊണ്ടുവരേണ്ട മാറ്റം ഒരല്പം വ്യത്യസ്തമാണ്. ഇനി മുതൽ ഏത് സങ്കീർണമായ സാഹചര്യം നമുക്ക് മുന്നിൽ വരികയാണെങ്കിലും, അവർ കാരണം ഇങ്ങനെ സംഭവിച്ചു, ആ സംഭവം കാരണം അതാണ് ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്തത്, എനിക്ക് അങ്ങനെ മനസ്സിൽ തോന്നിയത് എന്നൊന്നും ഒരിക്കലും പറയരുത്. ഇത്തരം സംഭാഷണ രീതികളെ തന്നെ മാറ്റണം. ഭാഷയെ തന്നെ നമുക്ക് മാറ്റേണ്ടതുണ്ട്. ഇതാണ് നമ്മുടെ ഉള്ളിലുള്ള കോഡിങ്ങിൻ്റെ ആദ്യത്തെ വരി. ഇതിനെയാണ് നമ്മൾ ആദ്യം മാറ്റുന്നത്. നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന പരിതസ്ഥിതി എത്ര തന്നെ വലുതായിരുന്നാലും ഒരിക്കലും അറിയാതെ പോലും സ്വപ്നത്തിൽ പോലും ആരെയും ഒരു സാഹചര്യത്തിലും കുറ്റപ്പെടുത്തരുത്. സ്വന്തം പ്രതികരണങ്ങളുടെ, നിങ്ങളുടെ റിയാക്ഷൻസിൻ്റെ പരിപൂർണ ഉത്തരവാദിത്വം നിങ്ങളുടേത് മാത്രമാണ്. ദേഷ്യം വന്നു എന്നിരിക്കട്ടെ, സാരമില്ല, നമുക്കതിനെ മാറ്റാം. എന്നാൽ ഒരിക്കലും അവർ കാരണം എനിക്ക് ദേഷ്യം വന്നു എന്ന് പറയരുത്. അവരെന്നെ ദേഷ്യം പിടിപ്പിച്ചു എന്ന് പറയുന്നതോടെ നമ്മൾ നമ്മുടെ ഉള്ളിലെ ശക്തികളെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അതുമാത്രമല്ല, ഞാൻ എൻ്റെ പഴയ വിശ്വാസ രീതികളെ ഒന്നുകൂടി ഉറപ്പിക്കുകയാണ്. ഞാൻ എല്ലാവരുടെയും പെരുമാറ്റങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നു, അങ്ങനെയാകുന്നു. ഒരിക്കലുമല്ല. അവരുടെ പ്രവൃത്തികൾ ശരിയായിരുന്നില്ല എന്ന് നമുക്ക് പറയാനാകും. അവരങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. എന്നാൽ എൻ്റെ ദേഷ്യം, എനിക്ക് അപ്പോൾ വന്ന ദേഷ്യം, അത് ഞാനാണ് സൃഷ്ടിച്ചത്. ഇറ്റ് ഈസ് പവർ ടു സേ ഐ ക്രിയേറ്റഡ് ഇറ്റ്. ഞാനാണ് സൃഷ്ടിച്ചത്. എന്നാൽ ഇതിനു പകരമായി അവർ എന്നിൽ ദേഷ്യം പിടിപ്പിച്ചു എന്ന് നമ്മൾ പറയുമ്പോൾ, അവർ എന്നെ ഹേർട്ട് ചെയ്തു, അവരെന്നെ അപ്സെറ്റാക്കി, ആ പ്രശ്നം അത്ര വലുതായതുകൊണ്ടാണ് ഞാൻ സ്ട്രെസ്ഡ് ആയത് എന്നൊക്കെ പറയുമ്പോൾ, ആ നിമിഷം നമ്മുടെ ശക്തികൾ ഇല്ലാതാകുന്നു. പവർ നമ്മുടെ അടുത്തു നിന്നും പുറത്തു പോകുന്നു. ഇങ്ങനെ പറയുന്നതിലൂടെ അവരാണ് എന്നെ കൺട്രോൾ ചെയ്യുന്നത് എന്ന വിശ്വാസത്തെ നമ്മൾ വീണ്ടും വീണ്ടും പറയുകയാണ്. അല്ല, ഒരിക്കലുമല്ല. നമ്മൾ പുതിയ ഇക്വേഷനെ ഉപയോഗിക്കണം. പ്രശ്നം അങ്ങനെയായിരുന്നു, പെരുമാറ്റവും അതുപോലെ തന്നെയായിരുന്നു. എന്നാൽ ദേഷ്യം ഞാൻ സൃഷ്ടിക്കുകയാണ് ചെയ്തത്. അസ്വസ്ഥത ഞാൻ ക്രിയേറ്റ് ചെയ്തു. വിഷമം ഞാനാണ് രചിച്ചത്. നമ്മൾ എങ്ങനെയാണ് വിഷമങ്ങളെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. എല്ലാം സൃഷ്ടിക്കുന്നത് ഞാനാണ് എന്ന ഈ ഒരു ചിന്ത വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. എന്തെന്നാൽ ഈ ഒരു സങ്കല്പം മനസ്സിലുണ്ടാകുന്നതോടെ നമ്മൾ ആശ്രയത്വത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്ക് ചുവടുവെക്കാൻ തുടങ്ങുന്നു. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഈ ഒരൊറ്റ സങ്കല്പം ഉണ്ടാകുമ്പോൾ, എൻ്റെ ഈ ഇമോഷൻ ഞാനാണ് സൃഷ്ടിച്ചത്. ചിലപ്പോൾ ഈ സങ്കല്പത്തെ മനസ്സ് പൂർണ്ണമായും സ്വീകരിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് എഴുതി ഇതിനെ ഉറപ്പിക്കണം. ഐ ക്രിയേറ്റഡ് ഇറ്റ്. എൻ്റെ ഈ ഇമോഷൻ ഞാനാണ് സൃഷ്ടിച്ചത് എന്ന് ഞാൻ പറയാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ശക്തി അനുഭവം ചെയ്യാൻ തുടങ്ങുന്നു. വി ബിക്കം പവർഫുൾ. യെസ്, വി ബിക്കം പവർഫുൾ. പലപ്പോഴും നമ്മുടെ ഒരൊറ്റ തെറ്റായ റിയാക്ഷൻ കൊണ്ട് മാത്രം കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടാം. നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകാം, നമ്മുടെ സന്തോഷങ്ങൾ ഇല്ലാതായി പോകാം. കൂടാതെ നമ്മുടെ ആരോഗ്യത്തെയും അവ സാരമായി ബാധിക്കാനിടയുണ്ട്. പലപ്പോഴും നമ്മുടെ പ്രതികരണങ്ങൾ നമ്മുടെ പരസ്പര ബന്ധങ്ങളെയും പ്രതികൂലമായി ബാധിക്കാറുണ്ട്. ഇവയെല്ലാം ശരിയാക്കാൻ നമുക്ക് കഴിയുന്നതാണ്. എന്നാൽ പുറമേയുള്ള എല്ലാത്തിനെയും ശരിയാക്കാനായി ആദ്യം നമ്മുടെ ഇവിടെ മനസ്സ് ചില അഴിച്ചുപണികൾ നടത്തേണ്ടതുണ്ട്. പവർ, ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുന്നതിൻ്റെ ശക്തി നമുക്ക് ആവശ്യമാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ സ്വയം ഓർമ്മപ്പെടുത്തുന്നു, സാഹചര്യം മോശമായിരുന്നു, പക്ഷേ അപ്പോൾ ഞാൻ ദേഷ്യം സൃഷ്ടിക്കുകയാണ് ചെയ്തത്. എൻ്റെ മനസ്സിലെ വിഷമം ഞാൻ ഉണ്ടാക്കിയതാണ്. എൻ്റെ റിയാക്ഷൻസ് എൻ്റെ മാത്രം ക്രിയേഷനാണ്. ഇത് ഞാൻ സ്വയം ഓർമ്മിപ്പിക്കുകയാണ്. എൻ്റെ പ്രതികരണങ്ങൾ ഇവിടെ എൻ്റെ മനസ്സിൽ ചിന്തകളായി, ഫീലിങ്സായി രൂപം കൊള്ളുന്നു. പിന്നീട് അവ എൻ്റെ വാക്കുകളും പെരുമാറ്റങ്ങളുമായി മാറുന്നു.
ഇതെല്ലാം എൻ്റെ മാത്രം ക്രിയേഷൻസാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ബിലീഫ് സിസ്റ്റമാണ്. ഇവിടെയുള്ള വളരെ വലിയ ഒരു കോഡിങ്ങിനെയാണ് നമുക്ക് പരിവർത്തനപ്പെടുത്തേണ്ടത്. ഇന്നു മുതൽ വളരെ ചെറിയ ഒരു കാര്യം മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. ഇത് മാറ്റത്തിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഇത് എല്ലാം തന്നെ എൻ്റെ ക്രിയേഷൻസാണ് എന്ന് സ്വയം അംഗീകരിക്കുക. ഒരു കാര്യത്തിലേക്കും വിരൽ ചൂണ്ടി കാരണങ്ങൾ കണ്ടുപിടിക്കരുത്. നിങ്ങൾ പലരിലേക്കും വിരൽ ചൂണ്ടി കാരണങ്ങൾ കണ്ടുപിടിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ സ്വന്തം ശക്തികളെ സ്വയം ചോർത്തിക്കളയുക മാത്രമാണ് നിങ്ങൾ ചെയ്യുന്നത്. മനസ്സിൽ പോലും കാരണങ്ങൾ തേടരുത്. മറ്റുള്ളവരെ പഴിചാരുമ്പോൾ അല്ലെങ്കിൽ അവർ കാരണം ഇങ്ങനെ സംഭവിച്ചു എന്ന് വിശ്വസിക്കുമ്പോൾ നിങ്ങൾ അവരെ ആശ്രയിക്കാൻ തുടങ്ങുന്നു. യു ബിക്കം ഡിപ്പെൻഡൻ്റ് ഓൺ ദം. ലോകം മുഴുവനുമുള്ള ആളുകളുടെ കയ്യിൽ നമ്മുടെ മനസ്സിൻ്റെ റിമോട്ട് കൺട്രോൾ കൊടുത്താൽ എന്താണ് സംഭവിക്കുക? ആര് ഏത് ബട്ടൺ അമർത്തുന്നുവോ നമ്മളിൽ അങ്ങനെ തന്നെയുള്ള ഒരു ഇമോഷൻ സൃഷ്ടിക്കപ്പെടുന്നു. ഇപ്പോൾ ആരെങ്കിലും വന്ന് എന്നോട് വളരെ മധുരമായി സംസാരിക്കുന്നു, അപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാകുന്നു. വേറൊരാൾ എന്നോട് കടുത്ത വാക്കുകൾ പറയുമ്പോൾ ഞാൻ ദേഷ്യപ്പെടുന്നു. നമ്മുടെ മനസ്സിൻ്റെ റിമോട്ട് കൺട്രോൾ എവിടെയാണുള്ളത്? നമ്മുടെ മനസ്സിൻ്റെ റിമോട്ട് കൺട്രോൾ പലരുടെയും കൈകളിലാണ് എന്ന് തോന്നാറില്ലേ? അതുമാത്രമല്ല, എൻ്റെ മനസ്സിൻ്റെ റിമോട്ട് കൺട്രോൾ എല്ലാവരുടെയും കയ്യിലുണ്ട്. എന്നാൽ സ്വന്തം മനസ്സിൻ്റെ റിമോട്ട് കൺട്രോൾ എൻ്റെ കയ്യിൽ മാത്രമില്ലല്ലോ എന്നും നമുക്ക് തോന്നാറുണ്ട്, അല്ലേ? ദിസ് ഈസ് നോട്ട് റിയാലിറ്റി. യാഥാർത്ഥ്യം ഇതല്ല. ഇതെല്ലാം നമ്മുടെ തോന്നലുകൾ മാത്രമാണ്, അല്ലാതെ സത്യം ഇതല്ല. റിയാലിറ്റി ഈസ് ദറ്റ് വി ഹാവ് ദ റിമോട്ട് കൺട്രോൾ ഓഫ് അവർ മൈൻഡ്. നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള റിമോട്ട് കൺട്രോൾ നമ്മുടെ കൈകളിലാണുള്ളത്. നോ വൺ എൽസ് ഹാസ് ദ കൺട്രോൾ ഓഫ് അവർ മൈൻഡ്. നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ മറ്റാർക്കും കഴിയില്ല. അതുകൊണ്ട് ഇന്ന് മുതൽ ആദ്യത്തെ ചിന്തയിൽ മാത്രം മാറ്റം വരുത്താം. ഫസ്റ്റ് സ്റ്റെപ്പ്, ഫസ്റ്റ് തോട്ട്, ഫസ്റ്റ് ഇക്വേഷൻ. ഐ ആം ദ ക്രിയേറ്റർ. ഞാനാണ് ക്രിയേറ്റർ. ഇനി എപ്പോൾ നിങ്ങൾക്ക് റിയാക്ട് ചെയ്യേണ്ടി വരികയാണെങ്കിലും ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ പ്രതികരണത്തെ സൃഷ്ടിച്ചത് ഞാനാണ്. നിങ്ങളുടെ വികാര വിക്ഷോഭങ്ങൾക്ക് ഒരാളെയും കുറ്റപ്പെടുത്താൻ പാടില്ല. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ ഭാഗത്ത് നിന്നുമുണ്ടായ ഒരു നെഗറ്റീവ് റിയാക്ഷൻസിനെ ഒരിക്കലും ന്യായീകരിക്കരുത്. ന്യായീകരിക്കുക എന്നാൽ ഇതാണ് ശരിയായ രീതി എന്ന് പറഞ്ഞു വാദിച്ചു നിൽക്കരുത്. ഉദാഹരണത്തിന്, ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടായി എന്നിരിക്കട്ടെ. നമ്മൾ അതിനെ പ്രതി ദുഃഖവും ദേഷ്യവും ഒക്കെ സൃഷ്ടിക്കുന്നു. എന്നാൽ ഞാനാണ് ദുഃഖത്തെയും ക്രോധത്തെയും ഒക്കെ സൃഷ്ടിച്ചത് എന്ന് ഓർമ്മ നമുക്ക് വന്നാൽ ഉടൻ നമ്മൾ അവയെ ചേഞ്ച് ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുന്നതിനു പകരം ഞാൻ ചെയ്തതാണ് ശരി, അത് വളരെ സാധാരണമാണ്, എനിക്ക് അങ്ങനെയല്ലേ തോന്നുക എന്നൊക്കെയാണ് പറഞ്ഞു നിൽക്കുന്നതെങ്കിൽ പിന്നെ നമ്മൾ ഒരിക്കലും അവയെ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കില്ല. നമ്മൾ ആ ഇമോഷൻസിനെ പരിവർത്തനപ്പെടുത്തില്ല. അതുകൊണ്ട് എന്താണ് ശരി, എന്താണ് തെറ്റ് എന്നതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണ വേണ്ടത് വളരെ അത്യാവശ്യമാണ്. അൺകംഫർട്ടബിളായ, അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു ഇമോഷൻസിനെയും നല്ലതായി കാണരുത്. നമ്മൾ രോഗങ്ങളെ ഒരിക്കലും നാച്ചുറൽ എന്ന് പറയാറില്ലല്ലോ. ഇതും അതുപോലെ തന്നെയാണ്. എത്ര തന്നെ വർദ്ധിച്ച അവസ്ഥയാണെങ്കിലും, എത്ര തന്നെ വലിയ വേദനയാണെങ്കിലും നമുക്ക് എപ്പോഴും ഒരു കാര്യം ഓർമ്മയുണ്ടാകും: ഇതൊരു അസുഖം മാത്രമാണ്. എൻ്റെ ശരിയായ ആരോഗ്യം ഇങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ ഈ അസുഖം നാച്ചുറൽ അല്ല. അതുപോലെ തന്നെയാണ് എൻ്റെ മുന്നിലെത്തിയ ഈ കഠിനമായ പരിസ്ഥിതിയും. അത്രയ്ക്ക് വലിയ പ്രശ്നമായിരുന്നുവല്ലോ, അതുകൊണ്ട് എൻ്റെ റിയാക്ഷനും വളരെ നോർമലായിരുന്നു എന്ന് പലപ്പോഴും തോന്നാനിടയുണ്ട്. അപ്പോഴും നമ്മുടെ ഈ രണ്ടാമത്തെ സമവാക്യത്തെ തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കണം. എൻ്റെ റിയാക്ഷൻ ശരിയായ വിധത്തിലായിരുന്നില്ല, ഇത് മനസ്സിൽ അംഗീകരിക്കണം. അല്ലാതെ തെറ്റിനെ ന്യായീകരിക്കരുത്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സമവാക്യം. എൻ്റെ റിയാക്ഷൻസ് ശരിയായ വിധത്തിൽ ആയിരുന്നില്ല. എന്തുകൊണ്ടാണ് ശരിയായിരുന്നില്ല എന്ന് പറയുന്നത്? അവരുടെ പ്രവൃത്തികളും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. അപ്പോൾ ഞാനും സംസാരിക്കേണ്ടേ? നമ്മുടെ സന്തോഷത്തെ വർദ്ധിപ്പിക്കുന്ന പ്രതികരണങ്ങളും മറുപടികളും മാത്രമാണ് ശരിയായത്. നമ്മുടെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുന്ന, നമ്മുടെ ബന്ധങ്ങളെ മനോഹരമാക്കുന്ന, നമുക്ക് ചുറ്റുമുള്ള ഈ ലോകത്തെ മുഴുവനും സുന്ദരമാക്കുന്ന പ്രതികരണങ്ങളും മറുപടികളുമാണ് നമ്മൾ നൽകുന്നതെങ്കിൽ അതുമാത്രമാണ് റൈറ്റ് റെസ്പോൺസ്. അത്തരം പ്രതികരണങ്ങൾ മാത്രമാണ് ശരിയായവ.
അതുകൊണ്ട് അസ്വസ്ഥമാകുന്ന വിധത്തിലുള്ള ഏത് മനോവികാരങ്ങളായാലും, സ്ട്രെസ്, ആങ്സൈറ്റി, ദേഷ്യം, ആകുലത നിറഞ്ഞ ചിന്തകൾ, പരസ്പരം നിന്ദിക്കുന്ന സ്വഭാവം, വിമർശിക്കുന്ന ശീലം എന്നീ അൺകംഫർട്ടബിൾ ഇമോഷൻസ് നമ്മുടെ ഉള്ളിലെ സന്തോഷത്തെ ഇല്ലാതാക്കുന്നു. ഇത്തരം അസ്വസ്ഥതയുടെ വൈബ്രേഷൻസ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിച്ചേരുന്നു. അസ്വസ്ഥത നിറഞ്ഞ മനോവികാരങ്ങൾ രോഗങ്ങളായി മാറുന്നു, പരസ്പര ബന്ധങ്ങളെ തകർക്കുന്നു. അവസാനമായി ഈ വൈബ്രേഷൻസ് നമുക്ക് ചുറ്റുമുള്ള അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ഈ സൃഷ്ടിയുടെ വൈബ്രേഷനെയും വരെ അവ ദുർബലമാക്കുന്നു. അതുകൊണ്ട് ഇന്നു മുതൽ ഒരു വിധത്തിലുമുള്ള അസ്വസ്ഥത നൽകുന്ന ഇമോഷൻസിനെയും ന്യായീകരിക്കാൻ ശ്രമിക്കരുത്, ജസ്റ്റിഫൈ ചെയ്യരുത്. അസ്വസ്ഥത നൽകുന്ന ഒരു മനോസ്ഥിതിയെയും ശരിയാണെന്ന് പറയരുത്. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? ഐ ആം ദ ക്രിയേറ്റർ. അതുകൊണ്ട് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഏതൊരു നെഗറ്റീവായ പ്രതികരണങ്ങളെയും അൺകംഫർട്ടബിൾ ഇമോഷൻസിനെയും ഒരിക്കലും ശരിയെന്ന് പറഞ്ഞ് ന്യായീകരിക്കരുത്. ഇതാണ് ശരി എന്ന് പറഞ്ഞ് ചെയ്ത തെറ്റിനെ ന്യായീകരിക്കരുത്. എൻ്റെ ഇമോഷൻസ് ഞാൻ സൃഷ്ടിച്ചവയാണ്. ഇത് ശരിയായ കാര്യമല്ല. എന്തുകൊണ്ടാണ് അത് ശരിയല്ല, റൈറ്റ് അല്ല എന്ന് പറയുന്നത്? കാരണം ഇതുകൊണ്ട് എൻ്റെ സന്തോഷമാണ് അപ്രത്യക്ഷമാകുന്നത്. അതിലൂടെ എൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യം മോശമാകാൻ തുടങ്ങുന്നു. ഇവയിലൂടെ എൻ്റെ പരസ്പര ബന്ധങ്ങൾ ആടിയുലയാൻ തുടങ്ങുന്നു. അതുമാത്രമല്ല, എൻ്റെ ചുറ്റുമുള്ള ഈ പ്രപഞ്ചത്തെയും ഇത് ദൂഷിതമാക്കുന്നു. അതിനാൽ ഞാൻ ചെയ്തത് ശരിയല്ല. ബി വെരി ക്ലിയർ. ഏത് ഫീലിങ്സും ഏതു തരം ഇമോഷൻസുമാണ് ശരിയായത് എന്നും ഏത് ഫീലിങ്സും ഏത് ഇമോഷൻസുമാണ് ഒരു അസുഖം പോലെ, ഇമോഷണൽ ഇൽനെസ് പോലെ നിങ്ങളിൽ ഉള്ളതെന്നും വ്യക്തമായി തിരിച്ചറിയണം. സ്നേഹം, സന്തോഷം, ആദരവ്, അംഗീകാരം, ക്ഷമാഭാവം, പരസ്പര സഹകരണം, ആത്മാഭിമാനം, ഉപകാരസ്മരണ എന്നിങ്ങനെയുള്ള എല്ലാ ഭാവങ്ങളെയും നമ്മൾ ധാർമ്മികമായവയെന്നും റൈറ്റ് ഇമോഷൻസ് എന്നും പറയുന്നു. അതുപോലെ തന്നെ നമ്മളെ അസ്വസ്ഥമാക്കുന്ന വിധത്തിലുള്ളവയെ നമ്മൾ റോങ് ഇമോഷൻസ് എന്നും പറയുന്നു. ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ അവനവനോട് വ്യക്തമായി പറയുക തന്നെ വേണം. ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. നമ്മൾ കുട്ടികളോട് പറയാറില്ലേ, ഇങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ, ഇത് തെറ്റല്ലേ? അതിനുശേഷം എങ്ങനെ ശരിയായ രീതിയിൽ സംസാരിക്കണം, എങ്ങനെ പെരുമാറണമെന്ന് നമ്മൾ പതുക്കെ കുട്ടിയെ പഠിപ്പിക്കാൻ തുടങ്ങും. നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാമെങ്കിൽ, മറ്റുള്ളവരെ പഠിപ്പിക്കാമെങ്കിൽ, പിന്നെ നമ്മുടെ സ്വന്തം മനസ്സിനെയും പഠിപ്പിക്കാൻ കഴിയില്ലേ? വാട്ട് ടു തിങ്ക്, ഹൗ ടു സ്പീക്ക്, എന്തു ചിന്തിക്കണം, എങ്ങനെ ചിന്തിക്കണം, എന്തു പറയണം എന്നൊക്കെ നമ്മൾ നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കുക തന്നെ വേണം. വി നീഡ് ടു ടീച്ച് അവർ മൈൻഡ്. അതുകൊണ്ട് ഇനി ഒരു തവണ കൂടി നമുക്ക് സ്വന്തം മനസ്സിനൊപ്പം ഇരിക്കാം. എന്നിട്ട് ശരിയായ രീതിയിൽ എങ്ങനെ ചിന്തിക്കണമെന്ന് മനസ്സിനെ പഠിപ്പിക്കാം. വിഷ്വലൈസ് ചെയ്യും. ഇവിടെ ഐബ്രോസിൻ്റെ മധ്യത്തിൽ ഞാൻ ആത്മാവ്, ഞാൻ വളരെ ശക്തിശാലിയാണ്, ഞാൻ ഒരു തിളങ്ങുന്ന നക്ഷത്രമാണ്, ഞാനൊരു ഊർജമാണ്, ഞാൻ ശക്തിയാണ്, ഐ ആം പവർ. എൻ്റെ മുന്നിൽ വരുന്ന സാഹചര്യങ്ങൾ ഏതുമാകട്ടെ, എങ്ങനെയുള്ള സന്ദർഭങ്ങളുമാകട്ടെ, എനിക്ക് മുന്നിലുള്ള വ്യക്തി ആരുമാകട്ടെ, അവരെങ്ങനെ വേണമെങ്കിലും പെരുമാറിക്കോട്ടെ, അത് അവരുടെ സ്വഭാവമാണ്. അത് പുറമേയുള്ള ഒരു സിറ്റുവേഷനാണ്, പുറമേയുള്ള ഒരു കാര്യമാണ്. എൻ്റെ പ്രതികരണങ്ങൾ എൻ്റെ മാത്രം ചോയ്സാണ്. മൈ റെസ്പോൺസസ് ആർ മൈ ക്രിയേഷൻസ്. ഐ ആം ദ ക്രിയേറ്റർ. ഞാനാണ് രചയിതാവ്. എൻ്റെ ഓരോ സങ്കല്പവും വാക്കും പെരുമാറ്റവും എൻ്റെ മാത്രം രചനയാണ്. I am the creator of my every thought, feelings, word and behavior. ഞാൻ ഒരു ശക്തിശാലിയായ ആത്മാവാണ്. ഞാൻ ശാന്തസ്വരൂപ ആത്മാവാണ്.
ഞാൻ പ്രേമസ്വരൂപ ആത്മാവാണ്. ഞാനൊരു ശുദ്ധ പവിത്ര ആത്മാവാണ്. ഇതെല്ലാമാണ് എൻ്റെ സംസ്കാരങ്ങൾ. ഞാനൊരു ദിവ്യ ആത്മാവാണ്. സ്നേഹം, ശാന്തി, ആനന്ദം, സുഖം എന്നിവ എൻ്റെ സംസ്കാരങ്ങളാണ്. എൻ്റെ സ്വഭാവങ്ങൾ ഇവയാണ്. എൻ്റെ ഓരോ സങ്കല്പങ്ങളും വാക്കും പെരുമാറ്റവും എല്ലാം എൻ്റെ സംസ്കാരങ്ങളുടെ ആധാരത്തിലാണ് ഉള്ളത്. എന്തെന്നാൽ ഇവയാണ് എൻ്റെ യഥാർത്ഥ ഗുണങ്ങൾ. ഈ സംസ്കാരങ്ങൾ മാത്രമാണ് എനിക്ക് സുഖകരമായി അനുഭവപ്പെടുന്നത്. ഈ സംസ്കാരങ്ങൾ എൻ്റെ ശരീരത്തിന് ആരോഗ്യം പ്രദാനം ചെയ്യുന്നു. എൻ്റെ ബന്ധങ്ങൾ കെട്ടുറപ്പുള്ളവയും എൻ്റെ ലോകം മനോഹരവുമാക്കുന്നു. ഇതാണ് എൻ്റെ സ്വഭാവം. ശാന്തി, സ്നേഹം, ആനന്ദം, സുഖം എന്നിവ വളരെ സ്വാഭാവികമായി എന്നിൽ നിലനിൽക്കുന്നു. സ്വാഭിമാനം, സെൽഫ് റെസ്പെക്റ്റ്, ക്ഷമാഭാവം, റെഗുലാരിറ്റി, പരസ്പര സഹകരണം നൽകുക എന്നിവ വളരെ സ്വാഭാവികമായ ഗുണങ്ങളാണ്. ഇവ വളരെ നോർമലാണ്. ഇവയെല്ലാമാണ് എൻ്റെ സ്വഭാവങ്ങൾ. താങ്ക് യു മേരി ബാബ.